ഹലോ ഗെയിമേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കില്ലാടിയബാൻ. ഇത് നമ്മുടെ സർവൈവൽ വേൾഡിൻ്റെ പാർട്ട് 2 ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഗൈസ് വീണ്ടും 64 കേക്ക് ഓഫ് ദിസ്. ഇപ്പോൾ 264 നമുക്ക്. ഇപ്പം എന്തുണ്ട്? അയ്യാനുണ്ട്. നമുക്കിതൊന്നല്ല, ആദ്യം പിക്കാക്സാണ് ഉണ്ടാക്കേണ്ടത്. അയ്യൻ പിക്കാക്സ്. അത് നമ്മൾ സ്റ്റിക്ക് വേണം. സ്റ്റിക്ക് നമ്മൾ എടുത്തിട്ട് കാര്യമില്ല. നമുക്ക് ആവശ്യമുള്ള നമ്മൾ കയ്യിൽ വെച്ചിട്ടുള്ളൂ. ഫിഷ് ആവശ്യമുണ്ട്. ഫിഷ് ആവശ്യം ഇവിടെ ഇരിക്കട്ടെ. ഇതെടുക്കാം. അവിടെ ആകൊരെണ്ണുള്ളൂ. ഫിഷ് ചൂടാക്കാൻ നമുക്ക് ആവശ്യം. ഇരുന്നോട്ടെ. നമുക്ക് രണ്ട് സ്റ്റിക്ക് ആവശ്യമുണ്ട്. സ്റ്റിക്ക് ഉണ്ടെങ്കിൽ എന്തുണ്ടാക്കാം? പിക്കാക്സ് ഉണ്ടാക്കാം. സ്റ്റിക്കും അയ്യാനുണ്ടല്ലോ. കിട്ടി. ആദ്യത്തെ അയൺ പിക്കാക്സ് നമുക്ക് ഇനി വലിയ ലാഭമുള്ളതാ. ഭാഗത്തു നിന്നാണ് നമുക്ക് കിട്ടില്ല. ഇവിടുന്ന് കോളാണ് നമുക്ക് അത്യാവശ്യമുള്ളത്. അതുകൊണ്ട് കോളുണ്ടാക്കി നമുക്കൊന്നും വേവിക്കാൻ പറ്റൂല. ഇത് എന്ത് ഇവിടെ മേൽഭാഗം എത്തിയത്? മൂഞ്ചൂടാ അമ്മക്കുട്ടിയെ. അറിയില്ല. അപ്പോൾ ഗൈസ്, നമുക്ക് ബാക്കിയുള്ള പണികൾ ചെയ്യാം. ഉപ്പയാണ് നേരത്തെ സംസാരിച്ചത്. കണ്ടിന്യൂ വർക്ക് ഇതാണ് പറഞ്ഞത്. അതിനിടയിൽ പോയി നമ്മൾ സ്റ്റൂ ഇങ്ങനെ കുഴിച്ചത് പൊട്ടണ വരെ കറിമുറിയെ പിഴിയെടുത്താൽ കറിമുറിയെ തിന്നാം എന്ന് കേട്ടില്ലേ? നമുക്കിനി നല്ല മൈനിയാണ്. നമുക്ക് അടിക്ക് പോകണം. ഇവിടെ തമ്പടിച്ചാൽ പോരാ, നമുക്ക് ഇവിടുന്ന് ഇറങ്ങണം. ഇറങ്ങണമെങ്കിൽ വല്ല ചെയ്യണം. ഇവിടെ സെറ്റപ്പ് ആക്കിയിട്ട് കാര്യമില്ല. ഇവിടെ സെറ്റാക്കി എന്താ ഉണ്ടാവും? മീനെ വലുതായി ഇളമ്പുകളോ പത്തിരച്ചട്ടുകളോ പിടി കൊണ്ടുകളോ ഞമ്മകളോ. ഇപ്പം എവിടെ പോയി വീടുണ്ടാക്കുക? അവിടെ വെള്ളമാ. ഭക്ഷണമൊക്കെ ഇവിടെ കിട്ടണമെങ്കിൽ ഇവിടെ തന്നെ നിൽക്കണം. അതുകൊണ്ട് ഇവിടെ വീട് വെക്കാൻ തോന്നും. അവിടെയും വലിയ ഐലൻഡ് കാണാനുണ്ട്. പക്ഷെ അവിടെ നിന്നിട്ടും വലിയ കാര്യമില്ല. നമുക്ക് ബോട്ട് എടുത്തെങ്കിലും പോവാം, സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ട്. മരം മുറിക്കതിന് സ്റ്റിക്കൊക്കെ ഉണ്ട്. നമുക്കിന്ന് ഇവിടുന്ന് ഇറങ്ങാം. രാവിലെ നമ്മളാ വീണ്ടുള്ളിൽ ഇരുന്നിട്ടാ തോന്നുന്നത്. ഒന്നും അറിയണില്ല. ബെഡില്ലല്ലോ ഉറങ്ങാൻ. അങ്ങനെ വേഗം ദിവസം കഴിഞ്ഞ് പോയിക്കോളൂ. ഒക്കെ നമുക്ക് ജസ്റ്റൊക്കെ എടുത്തിട്ട് കൊണ്ടുപോകും. ഇൻവെൻറ്ററി നിറഞ്ഞാണ് പ്രശ്നം. അത്യാവശ്യമുള്ള നമ്മൾ അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കൊണ്ട് കളയും. സോഡ് കൈ വെച്ച് പോവാം.
എങ്ങനെ പോവും ഇവിടുന്ന്? മൊത്തം വെള്ളത്തിന് നടുവില്ല. വൈകുന്നേരം ഇനി ഒന്നും പോകാൻ പറ്റില്ല. റിപ്പയർ ചെയ്തിട്ട് പോവാം. നമുക്ക് ഇന്നൊക്കെ ടോർച്ച് ഇവിടെ വെച്ച സാധനങ്ങളൊക്കെ എടുക്കാം. അല്ല എടുക്കാൻ പറ്റും നോക്കാം. അവിടെ നിന്ന് ഇറങ്ങി വരാം. ഇവിടെ ടോർച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ ടോർച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ ഇല്ല. ഇവിടെ ടോർച്ച് വെച്ചിട്ടില്ല. കായത്തെ ഞാൻ ഇവിടുന്ന് തന്നെ കിട്ടി. അവിടെ വെച്ചിട്ടില്ല. വേണ്ടത് മാത്രമേ വെച്ചിട്ടുള്ളൂ. ഇതെടുക്കാം. എനിക്ക് വീട് പൊളിക്കണ്ട്. വീട് നിന്നോട്ടെ. നമുക്ക് ഇതിൽ ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ നിന്ന് എടുക്കാൻ പറ്റുള്ളൂ. ഇവിടെ വല്ലാത്ത ഇവിടെ തരുന്നോട്ടെ. നമുക്ക് പോകുമ്പോൾ എടുക്കാം വിചാരിക്കാം. ഇവിടെ ഇരിക്കട്ടെ. ഇത് പൊട്ടിക്കുക. നമുക്ക് ഇതിലത്തെ സാധനങ്ങളൊക്കെ എടുക്കാം. 15 കിട്ടി. ഇത് 15 കിട്ടി. സോഡാക്സ് ഉള്ളൂ. സോഡ് എടുക്കാം. സോഡ് ഉണ്ടാക്കണമെങ്കിൽ എവിടെ നിന്നോട്ടെ. ദാശല്ല അതൊക്കെ ഇനി വീണ്ടും തിരിച്ച് വരും. 2 കൂടെ ഉണ്ട്. ഡേർട്ട് ഇതൊക്കെ നമുക്ക് ഡേർട്ട് ആവശ്യം വരും. വരണ പോലെ അല്ല. നമുക്ക് സ്റ്റിക്ക് ഉണ്ട്. ഇനി സോഡ് ഉണ്ടാക്കാൻ സ്റ്റോൺ ഉണ്ട്. ഒക്കെ ഉണ്ട്. അല്ല സോഡുണ്ട്. അപ്പോൾ നമുക്കിതൊക്കെ കയ്യിലെടുക്കാം. ഇങ്ങനെ കഷ്ടപ്പെടും. എന്താണ് പൊട്ടിച്ചാൽ അവരെ ഒക്കെ കയ്യിൽ കിട്ടി. ഒക്കെ ഇൻവെൻ്ററി നിറഞ്ഞു തോന്നണോ? ഉണ്ട്. പിക്കാക്സ് എല്ലാം ഉണ്ട്. ഇനി ഇത് വെക്കാനുള്ള സ്ഥലം കൂടി വേണ്ടേ? എന്തരമോ 10 ഇരച്ചപ്പുകളോ പിപ്പിളികളോ ഉറങ്ങുന്ന നേരത്ത് കത്തിരി നിൽക്കണം. വെച്ചിരുന്ന നേരത്ത് നിൽക്കണം. പിന്നെ എവിടെയെങ്കിലും വന്ന് ഇവിടെ നിൽക്കണമെങ്കിലോ? ഇതൊക്കെ ആവശ്യമുള്ള സംഭവങ്ങളായതുകൊണ്ട് ഞാൻ എടുത്തിട്ടോ. എന്നാണ് നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചത്. ക്രാഫ്റ്റിംഗ് ടേബിൾ ആവശ്യമുണ്ട്. അത് കയ്യിൽ കിട്ടി. നമുക്ക് കാര്യം ചെയ്യാം. ഇവിടെ വെക്കുക. ഇവിടെ എടുക്കുക. ഒരു സ്റ്റോൺ പിക്കാക്സ് എടുക്കുക. ഇതൊക്കെ എന്തിനാ? ഇത് പൊളിക്കുക. നമ്മൾ ആദ്യത്തെ ആക്സ് അത് പൊട്ടിക്കളക്കണ്ട. ഗൈസ് നമ്മളിവിടുന്ന് വീട്ടിൽ പറയാൻ പോവുകയാണ്. രാത്രിയാവും തോന്നുന്നു. രാത്രി എന്നാണ് രാവിലെ ആവുക. റബ്ബ് ചെയ്ത് ഇവിടെ നിൽക്കണം. ഇതുകൊണ്ട് വെച്ചാ പോരെ മക്കളെ. ചെറിയ ഹോള് കൂടെ കാണാനല്ല. ഒരു ഏക്ക് സോഡ. നമ്മളത് മറന്നു. ബോട്ട് പിന്നെ ആരുണ്ടാക്കുക? ബോട്ടിൽ പിന്നെ ആരുണ്ടാക്കും? ബോട്ടുണ്ടാക്കുക. കാശുള്ളത് വെക്കാം. എന്താ പറയുക, 3 വെയിറ്റുള്ള കയ്യിൽ വെക്കുക. പിന്നെ തീരണ സാധനങ്ങൾ നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളതൊക്കെ ഇവിടെ ഇരിക്കണം. റെസ്പോൺസ് സെറ്റ് ചെയ്യാൻ ഇവിടെ വന്നാൽ തന്നെ ഈ വീട് പറഞ്ഞാൽ ഇവിടെ ഉള്ളൂ. ആകെ ഉള്ളൂ. ഇതിവിടെ വെക്കാം. ഇതാവശ്യമുള്ളത് സോഡ് കയ്യിൽ വേണം. സോഡ് ആക്സ് എഴുന്നോട്ടെ. പിക്കാക്സ് പിന്നെ ബോട്ട്. അത് വേറെ പിന്നെ മോശമല്ല. അടുത്ത ഫുഡ്
ഫുഡ് പത്ര ചിന്ത മാത്രമേ ഉള്ളൂ. ഇവിടെ ഇരുന്നോട്ടെ. ഇനി നമുക്ക് കയ്യിലാവശ്യമായിട്ടൊന്നുമില്ല. നമുക്ക് ഇതിനുള്ളിൽ പൊളിക്കാം. രാവിലെ ആയിട്ട് പോവാം. ഇതാകെ നോക്കാൻ പറ്റുള്ളൂ. രാവിലെ നമ്മൾ ഒരു ഐലൻഡ് വെച്ചാൽ അവിടെ നിർത്തും. പിന്നെ അങ്ങനെ നിർത്താൻ പറ്റില്ല. രാവിലെ ആവട്ടെ കൈസ്, ഇങ്ങനെ നോക്കിയിരിക്കാം. രാവിലെ ആവട്ടെ. എന്നെ കണ്ടിട്ടാണ് ചെയ്യുന്നത്. രാവിലെ ആവാൻ സാധ്യത നമ്മൾ കുറേ നേരം നമ്മൾ നിൽക്കേണ്ടി വരും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാം. നമ്മൾ വീഡിയോ നിർത്തുകയാണ് കേട്ടോ. അപ്പോൾ ഓൾ നോട്ടിഫിക്കേഷനും ബെല്ലടിക്കും ചെയ്യുക. എല്ലാവരും ഷെയർ ചെയ്യാം കേട്ടോ. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തിട്ട് എല്ലാവരും കൊണ്ട് കാണിപ്പിക്കുക. അപ്പോൾ ഇങ്ങനെ സർവൈവൽ വേൾഡൊക്കെ തുടങ്ങുമ്പോൾ ഇങ്ങനെ ഐലൻഡിൻ്റെ നടുവിലൊക്കെ വരുക. ഇതിൽ ഐലൻഡിൻ്റെ നടുവ് നിർത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെ അയ്യാനൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഞാനിപ്പോൾ ബോട്ട് ഉണ്ടാക്കിയിട്ട് പോവാണ്. ഇവിടുന്ന് പോവാണ്. ഈ വീട് ഇവിടുത്തെ നിർത്തും. ഒരു ടോർച്ച് ഇവിടെ വെക്കും. നമ്മൾ എന്താ പറയുക, ചത്ത് കഴിഞ്ഞാൽ റീസ്പോൺ ചെയ്യുകയാണെങ്കിൽ ഇത് ഇവിടെ തന്നെ പറ്റുള്ളൂ. അവിടെ നിൽക്കും. അപ്പോൾ പെട്ടെന്ന് നമ്മൾ രാത്രി ആണെങ്കിൽ ഇവിടെ വരാൻ അങ്ങനെ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ എന്താ പറയുക, കൂടുതൽ ദൂരമുള്ള വീട് വെക്കരുത്. നമ്മൾ ഇതിൻ്റെ അടുത്ത് വെക്കണം. ഞാൻ അടുത്ത് വെച്ചിട്ടാണ് ഈ വീട് വെച്ചിരിക്കണേ. ഇപ്പോൾ എന്തെങ്കിലും മൈനിങ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ പോവാം. ഇന്നത്തെ വീട് ഇത്രയുള്ളൂ. അപ്പോൾ